നിങ്ങൾക്കറിയാം ഈരാറ്റുപേട്ട കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈരാറ്റുപേട്ടയുടെ പേര് അതായത് മലയാളികൾ സ്ഥിരം അറിയുന്നുണ്ട്. ഈ പാലക്കാട് ശ്രീനിവാസൻ കൊലപാതകം നടത്തിയ ഒരു പ്രധാനപ്പെട്ടയാൾ ഈരാറ്റുപേട്ടയിൽ നിന്നാണ് പിടിക്കപ്പെട്ടത്. ഈരാറ്റുപേട്ടയിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റൽ പണിയുന്നു. അവിടെ ലോകത്തിലെ എല്ലാ നേഴ്സുമാരുടെ ആരാധ്യനായ ജാസ്മിൻ ഷാ അവിടെ പോകുന്നില്ല, അപ്പുറത്ത് ക്രിസ്ത്യാനിയുടെ അതായത് ക്രൈസ്തവൻ്റെ ആശുപത്രിയിൽ പോയി സമരം നടത്താം, അതടപ്പിക്കാൻ പോകുന്നു. അപ്പോൾ ഈരാറ്റുപേട്ട ഫേമസ് ആണ്. അതുപോലെ PC ജോർജുമായിട്ട് ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ട ഫേമസ് ആണ്. ഇനി എന്താണ് ഈരാറ്റുപേട്ടയെ പറ്റി എൻ്റെ അഭിപ്രായം? ഞാൻ പറഞ്ഞു എവിടെയാണ് ഇന്ത്യയിലെ മിനി പാകിസ്ഥാൻ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈരാറ്റുപേട്ടയെ പറ്റി പറയുന്നത് ഇത് പാകിസ്ഥാനൊന്നുമല്ല, താലിബാനാ, മിനി താലിബാനാ അത്. കാരണം മലബാറിലുള്ളവരൊക്കെ മ്യൂസിക്കും പാട്ടുകളും ഒക്കെ ഇഷ്ടമുള്ളവരാണ്. അവർ സിനിമ കാണുന്നവരാണ്, മ്യൂസിക്കും പാട്ടുകളൊക്കെ ആസ്വദിക്കുന്നവരാണ്. പക്ഷെ ഈരാറ്റുപേട്ടക്കാർ, പ്രത്യേകിച്ച് ആ കമ്മ്യൂണിറ്റിയിലുള്ളവർ, അതായത് ഈ പറയുന്ന PFI SDPI അതിഭയങ്കരമായി ഇസ്ലാമിക രാജ്യം കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ളവർ, അവർക്ക് മ്യൂസിക് ഇഷ്ടമല്ല, പാട്ടുകൾ ഇഷ്ടമല്ല, ഗാനങ്ങൾ ഇഷ്ടമല്ല, ഡാൻസുകൾ ഇഷ്ടമല്ല. പബ്ലിക്കായിട്ടല്ലേ അവിടുത്തെ വ്യാപാരി വ്യവസായമായിട്ട് ഒരാൾ മലബാറിൽ നിന്ന് ഒരു സിംഗർ വന്ന് പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഇതിവിടെ പാടേണ്ട പാട്ടല്ല, പ്രസ്റ്റേജ് എന്ന് പറയുകയാണ്. സോ ഇറ്റ് ഈസ് താലിബാൻ. അടുത്ത സമയത്ത് നിങ്ങൾ വായിച്ചു കാണും, അതായത് ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് എക്സ്പ്ലോസീവ് മെറ്റീരിയൽ. മനസ്സിലാക്കുക, ഇപ്പം ഇത് പാകിസ്ഥാനല്ല, താലിബാൻ ആക്കാൻ വേണ്ടി പാടുപെടുന്നവർ, അതിൻ്റെ പുറകെ നടക്കുന്നവർ. ഈ സംഭവം ഇത്ര ഡേഞ്ചർ ആകുന്നതിൻ്റെ കാര്യം എന്താ? അതായത് കേരള പോലീസിന് താല്പര്യമില്ല ഇതിനെ ക്രാക്ക് ഡൗൺ ചെയ്യാൻ. അതാണ് അതിൻ്റെ കാര്യം. അല്ലെങ്കിൽ അവിടെയുള്ള ഒരു കൂട്ടം മുനിസിപ്പാലിറ്റി മുഴുവനും ഇത്രമാത്രം ഹാർഡ് കോറായിട്ട് ഇസ്ലാമിക് ടെററിനെ എങ്ങനെ അനുകൂലിക്കാൻ പറ്റുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം? കേരള പോലീസ് വിചാരിച്ച് ഇത് ക്രാക്ക് ഡൗൺ ചെയ്യാം, എടുത്ത് ദൂരെ കളയാം, ഇവരെ മുഴുവനും പോക്കാം. കാരണം ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഈ സംഭവം. കാരണം കോട്ടയം ജില്ലയുടെ പോക്കറ്റിന് അത് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കുന്നുണ്ട്, ഒരു മുനിസിപ്പാലിറ്റി മുഴുവനും അവരതിഭയങ്കരമായിട്ട് താലിബാൻ രീതിയിലോട്ട് പോവുകയാണ്. അതിനെപ്പറ്റി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ കേരളം ഭരിക്കുന്നവർക്കോ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയോ നിശബ്ദമായിട്ടിരിക്കുന്നു. ഇതിനകത്ത് ഞാൻ ഒരിക്കല് ഈ PC ജോർജ് SDPIയുടെ കുടിയൊക്കെ എടുത്തുകൊണ്ട്, ആ സംഭവം നിങ്ങൾക്കറിയാം, SDPI വലിയ സംഭവം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, അയാൾ എന്നോട് വളരെ ചൂടായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജോർജ് നിങ്ങൾ കാണിക്കുന്ന തെറ്റാണ്. പുള്ളി എന്നോട് വളരെ ചൂടായിട്ട് വരും. ഞാൻ തിരിച്ചു ചൂടായി. കാരണം ഞാൻ ലോകത്തിലാരുടെയും ടെലിഫോൺ ഒന്ന് റെക്കോർഡ് ചെയ്യാത്ത ഒരാളാണ്. കാരണം അതെൻ്റെ ഒരു പ്രിൻസിപ്പലാണ്. ഞാൻ ആരുടെ ടെലിഫോൺ റെക്കോർഡ് ചെയ്തില്ല. കാരണം അത് പേഴ്സണലായിട്ടുള്ള ടോക്സാണ് മുഴുവനും പോകുന്നത്. അപ്പോൾ അന്നും അത് കഴിഞ്ഞിട്ടും ഞാൻ PC ജോർജിനോട് വീണ്ടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അന്ന് അതിൻ്റെ പേ ബാക്കാണ് ഈ സംഭവം ഇത് നടക്കുന്നത്. കാരണം നിങ്ങൾ അന്ന് ഇവർക്ക് വേണ്ടി നിന്നു. പക്ഷെ ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്ന വരാനുള്ള വർഷങ്ങളിൽ ഇതിൻ്റെ 4 ഇരട്ടിയായിരിക്കും. അതുകൊണ്ട് നിങ്ങളിത് അനുഭവിച്ചേ മതിയാവൂന്ന് ഞാൻ പറഞ്ഞു. അത് സെയിമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മിനി താലിബാൻ ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു ഇസ്ലാമിക കമ്മ്യൂണിറ്റിയിലുള്ള കുറേ പേർ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള ഇസ്ലാമിക വിശ്വാസികൾ, അപ്പോൾ പിച്ചപ്പെടുന്ന അങ്ങോട്ട് മാറിപ്പോയി. ഇപ്പോൾ അവർക്കവിടെ ഇനി കുറച്ച് കഴിയുമ്പോൾ സംഭവം ഒന്ന് മാറും. അവിടെ മറ്റുള്ള ആളുകൾ, അതായത് മറ്റുള്ള സ്ത്രീകൾ ആലോചിച്ചോണം, മറ്റുള്ള സ്ത്രീകൾ അവിടെ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ സ്ത്രീകൾ അതുവഴി പോകുമ്പോൾ മറ്റേ ചാക്കിക്കൊണ്ട് പോകണം. പുതിയ നിയമം അവരും കൊണ്ടുവരും. പല രീതിയിലും ഇന്നിടത്ത് ഇവിടെ ഹോട്ടലുകൾ ഹലാലുകൾ മാത്രമേ പാടുള്ളൂ, അവർ നിയന്ത്രണം കൊണ്ടുവരും. അതാണ് ഗവൺമെൻറ് എന്ന് പറയുക, പിണറായി വിജയൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുക, ഒന്നും ചെയ്യാതെ. കാരണം പ്രിയനരൻ ഇവിടെയാണ് മലയാളികൾ എതിർക്കേണ്ടത്. അതായത് ഈരാറ്റുപേട്ടയിൽ ഇപ്പം നടക്കുന്ന ഡെവലപ്മെൻറ്റ്, അവരെന്തിനാ മിനി താലിബാന് വേണ്ടി ആരൊക്കെയാണ്
ഇതിന് കൂടുതലായിട്ട് ഇനിഷ്യേറ്റീവ് ചെയ്യുന്ന ആരൊക്കെയാണ് ഇവർക്ക് വേണ്ടി ഫണ്ട് ചെയ്ത് ഇതിനെ ആ രീതിയിലാക്കിയെടുക്കുന്നത്, ഇത് കേരളത്തെ ഇന്ത്യയെ പോലും ബാധിക്കുന്ന രീതിയിലായി മാറും. അല്ലെങ്കിൽ ഇതേപോലെ ക്രൈം ചെയ്തവനൊക്കെ അവിടെ പോയി അവർക്ക് ജോലി കൊടുക്കുന്നു, അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു, അവർക്ക് എല്ലാ രീതിയിലും സഹായം ചെയ്തു കൊടുക്കുന്നു. അപ്പം എങ്ങോട്ടാണ് ഇത് പോകുന്നത്? നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഞാനിത് ഇത്രയും ഇമോഷണലായിട്ട് പറയുമ്പോൾ നിങ്ങളതിൻ്റെ ഡേഞ്ചർ സ്വഭാവം മനസ്സിലാക്കണം. നാളെ എല്ലാവരും വലയ്ക്കാൻ വേണ്ടി പോകുന്ന, ട്രാപ്പ് ചെയ്യാൻ പോകുന്ന സംഭവമാണ് ഈരാറ്റുപേട്ട. ഓരോ ദിവസത്തെയും ഡെവലപ്മെൻറ്റ് അവർക്കൊന്നും താല്പര്യമില്ല. അവർക്ക് ഈ പറയുന്ന താലിബാൻ രീതിയിലുള്ള ഹൂറികളെ കാണാൻ പോകുന്നത് മാത്രമാണ് അവർക്ക് താല്പര്യം. ആ രീതിയിലുള്ള റാഡിക്കൽ ഇസ്ലാം അതിഭയങ്കരമായിട്ട് അവിടെ വളരുകയാണ്. മറ്റൊരു ഗാസയും ഹമാസും ഒരു പ്രത്യേക പോയിന്റിലായി വന്നു കഴിഞ്ഞാൽ ഇത് കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിന് പിടിച്ചു പോലും നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഗവൺമെൻറ് ഓഫ് കേരള നിങ്ങൾക്ക് കഴിവില്ല എങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഫോഴ്സിനെ അവിടെ ഡിപ്ലോയ് ചെയ്യുക, അല്ലെങ്കിൽ CRPFൻ്റെയോ മറ്റൊരു സെറ്റ് ഓഫ് ഫോഴ്സിനെ അവർക്ക് അവിടെ ക്യാമ്പ് കൊടുക്കുക. അവനിത് അടിച്ചു കൂടെ കളി 2 ദിവസം കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ വെടി നിർത്ത് കൈ തരും. സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം വലിച്ചു നീട്ടി അലമ്പാക്കരുത്. ഇവിടെയാണ് എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്നിനും കൊള്ളാത്ത ഒരു പൊട്ടൻ, ഇത്രയും സംഭവം ഉണ്ടായിട്ടും ഇത്രയും ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടും ഇതെല്ലാം ഒന്നും അറിയാത്ത രീതിയിൽ സ്വന്തം മരുമോൻ, സ്വന്തം മകള് ക്ലിഫ് ഹൗസിലിരുന്ന് എനിക്കറിയത്തില്ല ഇയാൾ എന്ത് ചെയ്യുക. അടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി വീണ്ടും ആകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓരോ മലയാളിയും മനസ്സിലാക്കിയിരിക്കണം, ഇതെല്ലാവർക്കും ഒരു ഡേഞ്ചർ ലൈനാണ്. നമ്മുടെ തലയുടെ മുകളിൽ വാളിരിക്കുകയാണ്. ആ രീതിയിൽ കേരളത്തെ ആക്കി തീർത്തു. ഇവിടുന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കി ഇതിനെ അവോയ്ഡ് ചെയ്തില്ല എങ്കിൽ, ഇതിനെതിരെ റിയാക്ട് ചെയ്തില്ല എങ്കിൽ ഇത് അവിടുന്ന് പടരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് ഈരാറ്റുപേട്ടയിൽ ക്രാക്ക് ഡൗൺ ചെയ്തേ മതിയാവത്തുള്ളൂ. അവർ നാളെ ഞാൻ ഈ പറയുന്ന ഹലാൽ ഹോട്ടലേ പറ്റത്തുള്ളൂ, അവിടെ മുഴുവനും അടച്ചിടാൻ പറയും. അവിടെ മറ്റുള്ള സ്ത്രീകൾ മുഴുവൻ ഈ ചാക്കും ഈ സംഭവമെല്ലാം കൊണ്ടുപോകാൻ പറയും. താലിബാൻ രീതിയിലാക്കി മാറ്റും. സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ അവരില്ലാതാക്കും. താലിബാനെ പറ്റി നിങ്ങൾ വായിച്ചു കാണും. ആ രീതിയിലാക്കാനാണ് ശ്രമം. ഇപ്പോഴേ അതിനെ ഇത് തച്ചുടച്ച് തകർത്തില്ല എങ്കിൽ ഇത് കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. ഇറ്റ് ഇസ് നോട്ട് ഇൻ അവർ കൺട്രോൾ. ഇറ്റ്സ് വെരി വെരി സീരിയസ് ഇഷ്യൂ. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.